പുതിയതായിട്ട് ജിമ്മ് തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് പറ്റിയ അബദ്ധം പറ്റാണ്ടിരിക്കാൻ വേണ്ടി കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കാക്കനാട് ആദ്യമായിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ ഓവർ സ്പെൻഡ് ചെയ്തു. അത് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോൾ നമ്മളൊരു പ്രീമിയം ഹൈ ലക്ഷറി ജിമ്മാണ് നോക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അത് ചെയ്യേണ്ടി വരും. അല്ല ഒരു നോർമൽ ജിമ്മാണെങ്കിൽ ശരിക്കും അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് നമ്മളൊരു ഇൻറ്റീരിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻറ്റീരിയറിൽ അത്രയും പൈസ സ്പെൻഡ് ചെയ്തില്ല. ഏകദേശം ഫസ്റ്റ് ജിമ്മിൽ ചെയ്തതിൻ്റെ പകുതി റേറ്റിലാണ് നമ്മൾ രണ്ടാമത്തെ ജിമ്മ് സെറ്റ് ചെയ്തത്. പക്ഷെ അതിൻ്റേതായ ഡിഫറൻസ് ഒന്നും ഔട്ട്പുട്ടിലോ നമുക്ക് പ്രോഫിറ്റിലോ കാണാൻ പറ്റില്ല. സോ ക്ലയൻസ് നോക്കി വരുന്നത് നല്ല അറ്റൻഷൻ, നല്ല ട്രെയിനിങ് കിട്ടുന്ന സ്പേസ്, അവർക്ക് വാല്യൂ കൊടുക്കുന്ന സ്പേസ്, അങ്ങനെയൊക്കെ തന്നെ. സിമ്പിളായിട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി പൈസ, അതായത് നമ്മളിതിൽ സേവ് ചെയ്യണ പൈസ മാർക്കറ്റിങ്ങിൽ പിന്നെ നല്ല എക്യുപ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായിരിക്കും നമുക്ക് കൂടുതൽ റിട്ടേൺ തരാൻ പോകുന്നത്. പിന്നെ പതിയെ ജിമ്മ് പ്രോഫിറ്റ് ആയതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ജിമ്മ് അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. സോ ജിമ്മ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും.